നമസ്കാരം. ഒരു സൈനികന്റെയും ജീവത്യാഗം വെറുതെയാവില്ല. പുൽവാമയിൽ പാകിസ്ഥാൻ നടത്തിയ ആക്രമണത്തിന് എങ്ങനെയാണോ ഭാരതം തിരിച്ചടിച്ചത്, അതിലും കഠിനമായ പ്രത്യാക്രമണം നക്സലുകളും നേരിടേണ്ടി വരും. ഭാരതത്തിന്റെ ആഭ്യന്തരമന്ത്രി വെറും വാക്കുകൾ പറയാറില്ല. 3 വർഷത്തിനകം രാജ്യം നക്സൽ ശല്യത്തിൽ നിന്ന് പൂർണ്ണമായും മോചിതരാകുമെന്ന് നക്സലുകൾക്ക് മുൻപ് തന്നെ അമിത്ഷാ താക്കീത് നൽകിയതാണ്. എന്നാൽ ഛത്തീസ്ഗഡിൽ സുരക്ഷാ സേനയ്ക്ക് നേരെ മാവോയിസ്റ്റുകൾ അക്രമങ്ങൾ നടത്തിയത് കൂടിയായപ്പോൾ അത്രയും സമയം നക്സലുകൾക്ക് നൽകേണ്ടതില്ല എന്നാണ് അമിത്ഷായുടെ തീരുമാനം. 2026 മാർച്ചോടെ നക്സലിസം പൂർണ്ണമായും അവസാനിപ്പിക്കുമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറഞ്ഞിരിക്കുകയാണ്. ഛത്തീസ്ഗഡിൽ സുരക്ഷാ സേനയ്ക്ക് നേരെ മാവോയിസ്റ്റുകൾ നടത്തിയ ആക്രമണത്തിൽ 9 ജവാന്മാരാണ് വീരമൃത്യു വരിച്ചത്. ജവാന്മാർ സഞ്ചരിച്ച വാഹനം കുഴി ബോംബുകൾ ഉപയോഗിച്ച് മാവോയിസ്റ്റുകൾ തകർക്കുകയായിരുന്നു. ഛത്തീസ്ഗഡിൽ സുരക്ഷാ സേനയ്ക്ക് നേരെ മാവോയിസ്റ്റുകൾ നടത്തിയ ആക്രമണത്തിൽ പ്രതികരിക്കവെയാണ് നക്സലുകളെ തുടച്ചു നീക്കുമെന്ന് ആഭ്യന്തരമന്ത്രി ഉറപ്പു നൽകിയിരിക്കുന്നത്. ബീജാപൂരിൽ IED സ്ഫോടനത്തിൽ സൈനികർ കൊല്ലപ്പെട്ട വാർത്തയിൽ അതീവ ദുഃഖിതനാണ്. ധീരരായ സൈനികരുടെ കുടുംബങ്ങളോട് അഗാധമായ അനുശോചനം രേഖപ്പെടുത്തുന്നുവെന്നും അമിത്ഷാ പറഞ്ഞു. ഛത്തീസ്ഗഡിലെ ബിജാപൂരിൽ IED സ്ഫോടനത്തിലുണ്ടായ DRG സൈനികരുടെ നഷ്ടം സംബന്ധിച്ച വാർത്തയിൽ താൻ വളരെ ദുഃഖിതനാണ്. ധീരരായ സൈനികരുടെ കുടുംബങ്ങളോട് താൻ തന്റെ അഗാധമായ അനുശോചനം രേഖപ്പെടുത്തുന്നു. ഈ സങ്കടം വാക്കുകളിൽ പ്രകടിപ്പിക്കാൻ കഴിയുന്നതല്ല. പക്ഷേ നമ്മുടെ സൈനികരുടെ ത്യാഗം വെറുതെയാകില്ല എന്ന് ഞാൻ നിങ്ങൾക്ക് ഉറപ്പു നൽകുന്നു. 2026 മാർച്ചോടെ നക്സലിസം ഇന്ത്യയുടെ മണ്ണിൽ നിന്ന് വേരോടെ പിഴുതെറിയപ്പെടുമെന്നാണ് ആഭ്യന്തരമന്ത്രി തന്റെ സന്ദേശത്തിൽ വ്യക്തമാക്കിയത്. ജനുവരി 3 മുതൽ ബീജാപൂർ, നാരായണപൂർ മേഖലകളിൽ മാവോയിസ്റ്റുകൾക്കെതിരെ കർശന പരിശോധന സംസ്ഥാന പോലീസിന്റെ ഭാഗമായ ജില്ലാ റിസർവ് ഗാർഡ് തുടങ്ങിയിരുന്നു. ഓപ്പറേഷൻ പൂർത്തിയാക്കിയ ശേഷം തിരികെ ക്യാമ്പിലേക്ക് വരികയായിരുന്ന ജവാന്മാർക്ക് നേരെയാണ് ആക്രമണം നടന്നത്. 2 വാഹനങ്ങളിലായി സഞ്ചരിക്കുന്നതിനിടയിലാണ് കുഴിബോംബ് സ്ഫോടനം നടക്കുന്നത്. ബീജാപൂരിലെ അംബേരി ഗ്രാമത്തിലെ വനമേഖലയിലെ റോഡിലാണ് മാവോയിസ്റ്റുകൾ കുഴിബോംബ് സ്ഥാപിച്ചത്. കഴിഞ്ഞ ശനിയാഴ്ച ഈ മേഖലയിൽ നടന്ന ഏറ്റുമുട്ടലിൽ പീപ്പിൾസ് ലിബറേഷൻ ഗറില്ല ആർമിയിലെ 4 മാവോയിസ്റ്റുകളെ സൈന്യം വധിച്ചിരുന്നു. ഇതിന് തിരിച്ചടിയായാണ് ഇന്നത്തെ ആക്രമണത്തെ സുരക്ഷാ സേന വിലയിരുത്തുന്നത്. വാഹനം ഇതിനു മുകളിൽ കയറിയതോടെ പൊട്ടിത്തെറിക്കുകയാണ് ഉണ്ടായത്. സ്ഫോടനത്തിൽ ഒരു വാഹനം പൂർണ്ണമായും തകരുകയും ചെയ്തു. ജവാന്മാരുടെ ശരീരം ചിതറിപ്പോയി. 20 ജവാന്മാരാണ് സ്ഫോടനത്തിൽ അകപ്പെട്ട വാഹനത്തിൽ ഉണ്ടായിരുന്നത്. മാവോയിസ്റ്റുകൾക്കെതിരായ പോരാട്ടം അവസാനിപ്പിക്കില്ല എന്നും കർശന നടപടികൾ ഉണ്ടാകുമെന്നും ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രി വിഷ്ണുദേവ് സായി പറയുന്നു. 2026ഓടെ മാവോയിസത്തെ പൂർണ്ണമായും തുടച്ചു നീക്കുമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പ്രഖ്യാപിച്ചത്. അത് നടപ്പിലാക്കാൻ ഏതറ്റം വരെയും പോകുമെന്ന് വിഷ്ണുദേവ് സായി പറഞ്ഞു. നക്സലുകളെ ഭാരതത്തിൽ നിന്നും പൂർണ്ണമായും തുറച്ചു നീക്കുമെന്ന് ഉറപ്പു നൽകിയിരിക്കുന്നത് രാജ്യത്തിന്റെ ആഭ്യന്തരമന്ത്രിയാണ്. ആ തീരുമാനം നടപ്പിലാക്കുക തന്നെ ചെയ്യും.